ഒരു പേഷ്യന്റ് വന്നു, ഇവർക്ക് ജോലിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്തു. സോ തലവേദന വരുമ്പോ ജോലി ചെയ്യാൻ പറ്റണില്ല, ജോബ് ക്വിറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നോക്കണം എന്നൊക്കെ അവര് പറഞ്ഞു. ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഇവരോട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം, ജോലി ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം മൈഗ്രെയിൻ മാറണമെന്നില്ല. ഇപ്പോ വർക്ക് സ്പേസിലെ സ്ട്രെസ്സും ഒരുപാട് ഫാക്ടേഴ്സും മൈഗ്രെയിനിന്റെ ഭാഗമായി വരുന്നുണ്ടാവും. എന്നാൽ അത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ മൈഗ്രെയിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പാരമ്പര്യമായി മൈഗ്രെയിൻ വരുന്നവരുണ്ട്. ഇനി പല ആൾക്കാരും ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഫോളോ ചെയ്യുക. വ്യായാമോ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഇനി വൈകുന്നേരം രാത്രിയൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. സോ ഉറക്കം, ഭക്ഷണം ഇതിലൊക്കെ വ്യത്യാസം വരാം. തൈറോയിഡ് എഫക്ഷൻ, ഒവേറിയൻ സിസ്റ്റ്, മെൻസ്ട്രൽ കംപ്ലൈന്റ്, റൊമാറ്റിക് കണ്ടീഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അവർ കഴിക്കുന്ന മെഡിസിൻസ്, ഇങ്ങനെ പല എലമെന്റ്സുമായി അസോസിയേറ്റ് ചെയ്ത് മൈഗ്രെയിൻ ഉണ്ടാവാം. ഇപ്പൊ ആദ്യം പറഞ്ഞ പേഷ്യന്റില് കേസ് ടേക്കിംഗ് ചെയ്ത് അവരുടെ ശരിയായ പ്രോബ്ലം എന്താണോ എന്ന് കണ്ടെത്തി അതിനാവശ്യമായ മെഡിസിൻസ് കൊടുത്തു, ലൈഫ് സ്റ്റൈലിൽ ആവശ്യമായ മാറ്റങ്ങളൊക്കെ അഡ്വൈസ് ചെയ്തു. ഇത് കറക്റ്റായി നോക്കിയപ്പോൾ തലവേദനയും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതും പെയിനിന്റെ ഇന്റൻസിറ്റിയും അവർക്ക് കുറഞ്ഞു. മൈഗ്രെയിൻ ഇംപ്രൂവ് ആയതുകൊണ്ട് തന്നെ നോർമലായി അവർക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൈഗ്രെയിൻ നിങ്ങളുടെ പ്രൊഫഷനെ എഫക്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുമല്ലോ.